ഇന്ന് നേരിടുന്ന വലിയൊരു വിഷയമായി തന്നെ നിൽക്കുന്നു തെരുവു നായകളുടെ ആക്രമണം. അതിപ്പോഴും തുടർക്കഥയാണ്. പലയിടങ്ങളിൽ നിന്നും ഓരോ ദിവസവും ഈ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവരുടെ വാർത്തകൾ നമുക്ക് മുന്നിലെത്തുകയാണ്. ഇപ്പോൾ ഈ ന്യൂസ് ബസ് ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. തെരുവുനായ ആക്രമണം തുടരും. വിവിധയിടങ്ങളിൽ നിന്ന് വാർത്തകളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുന്നു. റിപ്പോർട്ടർമാർ സജ്ജമാണ്. തെരുവുനായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം തീരുമാനിക്കേണ്ട സിരിജഗൻ കമ്മിറ്റിയുടെ പ്രവർത്തനം നിർത്തിയിട്ടും പരാതികൾ നിലയ്ക്കുന്നില്ല. 2025 നിർത്തിയതാണ് കമ്മീഷന്റെ പ്രവർത്തനം. നഷ്ടപരിഹാരത്തിന് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ആ പ്രതികരണം ഒന്നതാണ്. ഈ കേസിൽ ഒരു ക്ലെയിം പെറ്റീഷനാണ് കണ്ണൂർ DLSA മുമ്പാകെ നമ്മൾ ഫയൽ ചെയ്തിട്ടുള്ളത്. 2025 വരെ സിരിജഗൻ കമ്മിറ്റിയിലായിരുന്നു ഡോഗ് ബൈറ്റിൻ്റെ പിന്നെ ഡോഗ് ആക്സിഡൻസിൻ്റെയും എല്ലാ ക്ലെയിംസും ഉണ്ടായിരുന്നത്. അതിനുശേഷം ജസ്റ്റിസ് CS ഹോണറബിൾ ഹൈക്കോടതി ജസ്റ്റിസ് CS ഡയസ് സാറിൻ്റെ ബെഞ്ചിലായിരുന്നു ഈ കേസ് പരിഗണിച്ചത്. അത് പ്രകാരം DLSAക്ക് അതോറിറ്റി കൊടുത്തു. DLSA വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അതോറിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ലീഗൽ ബാക്കപ്പും ഉണ്ട്. സോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എയ്ഡും ഉണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിപ്പോൾ ഫാസ്റ്റായിട്ടൊരു ഡിസ്പോസൽ പ്രതീക്ഷിക്കുന്നു. അർജുൻ കല്യാടി ചേരുന്നു. അർജുൻ, ഓരോ ദിവസവും തെരുവുനായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വാർത്തകൾ പോലും നമുക്ക് മുന്നിൽ ഇപ്പോഴും എത്തുന്നുണ്ട്. പലയിടങ്ങളിലും അത് അതിരൂക്ഷമാണ്. അപ്പോൾ ഈ പരിക്കു പറ്റുമ്പോഴും മരണം സംഭവിക്കുമ്പോഴും ഒക്കെ നഷ്ടപരിഹാരം അത് ലഭിക്കേണ്ടതാണ്. പക്ഷേ അത് ലഭ്യമാകേണ്ട ജനങ്ങൾക്ക് ഇതാരെ സമീപിക്കണമെന്ന് കൃത്യമായി അറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. പ്രത്യേകിച്ച് ഈ സിരിജഗൻ കമ്മിറ്റി പ്രവർത്തനം നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ സാധാരണക്കാരായ ആളുകളിലേക്കൊക്കെ ആ വിവരം കൃത്യമായി എത്തിയിട്ടുണ്ടോ? ഇനി എന്താണ് അവർ ചെയ്യേണ്ടത്? ഇങ്ങനെ കമ്മീഷൻ പ്രവർത്തനം നിർത്തിയെങ്കിൽ അടുത്തതായി നഷ്ടപരിഹാരം ലഭിക്കാൻ ആരെയാണ് സമീപിക്കേണ്ടത് എന്ന കാര്യത്തിൽ എന്താണ് അധികൃതർ പറയുന്നത്? ഈ വിഷയത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റോഷ്നി, അതായത് ഇപ്പോഴും ഈ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് അത് എവിടെ നിന്ന് ലഭിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനകത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് ഇപ്പോഴും സിരിജഗൻ കമ്മിറ്റി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് ഒരുപാട് അപേക്ഷകൾ, ഒരുപാട് പരാതികളൊക്കെ ഇപ്പോഴും ഈ സിരിജഗൻ കമ്മിറ്റിയെ തേടി എത്തുന്നത്. സിരിജഗൻ കമ്മിറ്റിയെ തേടി ഇപ്പോഴും പരാതികൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു, പരാതികൾ ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇപ്പോൾ 2025 ശേഷം ഈ സിരിജഗൻ കമ്മിറ്റി പ്രവർത്തിക്കുന്നില്ല. അത് പൂർണ്ണമായും നിലച്ച ഒരു അവസ്ഥയിലാണുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നിലനിൽക്കുന്നത് 2024 മെയ് മാസം ഈ തെരുവുനായ ആക്രമണവും അതിൻ്റെ നഷ്ടപരിഹാരവും സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവം നടത്തിയിരുന്നു. ആ വിധി പ്രസ്താവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആശയക്കുറവാണ് ഇത്തരമൊരു അനിശ്ചിതത്വത്തിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ 2016 ഈ ഇത്തരമൊരു കമ്മിറ്റിക്ക് രൂപം നൽകുന്നത്. ആ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ഈ കൊച്ചി ആസ്ഥാനമായിട്ടായിരുന്നു കേരളത്തിനകത്ത് ഇത്തരമൊരു കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. അതിനകത്ത് ആരോഗ്യവകുപ്പിൻ്റെ സെക്രട്ടറി, ആരോഗ്യവകുപ്പിൻ്റെ ഡയറക്ടർ, നിയമ സെക്രട്ടറി എന്നിവർ അംഗങ്ങളായിരുന്നു. ഈ കമ്മിറ്റിയാണ് ഇതിനകത്ത് പരിക്കു പറ്റിയ ആളുടെ പ്രായം, അതുപോലെ തന്നെ പരിക്കിൻ്റെ ഗൗരവം, ജോലി നഷ്ടം, അംഗവൈകല്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് എത്ര രൂപയാണ് നഷ്ടപരിഹാരം നൽകുന്നത് എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും അത് പിന്നീട് സർക്കാരിനെ അറിയിക്കുകയും സർക്കാർ പിന്നീട് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം ഈ നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതായിരുന്നു രീതി. എന്നാൽ ഈ പറയുന്ന 2024 മെയ് മാസത്തിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് ഈ സിരിജഗൻ കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനം നിശ്ചലമാകുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആരും ഇനിയിപ്പോൾ സിരിജഗൻ കമ്മിറ്റിയെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾ അറിയിച്ചിട്ടോ പരാതികൾ നൽകിയിട്ടോ ഒരു കാര്യവുമില്ല. കാരണം ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം ഇപ്പോൾ പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. അതിനിടയിൽ കൂടിയാണ് ഈ സിരിജഗൻ, ഇതിൻ്റെ പ്രധാനപ്പെട്ട അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് സിരിജഗൻ അന്തരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുന്നത്. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഗൽ സർവീസ് അതോറിറ്റി മുഖാന്തരം ഇതിനകത്ത് നഷ്ടപരിഹാരം നേടിയെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ അറിയിപ്പായി നമ്മുടെ മുമ്പിൽ ഉൾപ്പെടെ വരുന്നത്. ജനങ്ങളും ഇനിയിപ്പോൾ സിരിജഗൻ കമ്മിറ്റിയെ സമീപിക്കുന്നതിന് പകരം ലീഗൽ സർവീസ് അതോറിറ്റിയെ ആയിരിക്കണം ഈ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നഷ്ടപരിഹാരങ്ങൾക്ക് ബന്ധപ്പെടേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കോടതി ഉത്തരവുകളും കോടതിയുടെ ഒരുപാട് ഇടപെടലുകളും ഒക്കെ നടന്നിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് ഈ തെരുവുനായ ആക്രമണവും അതിൻ്റെ നഷ്ടപരിഹാരവും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ഏറ്റവും അവസാനമായി നമുക്ക് ഈ പറയുന്ന കുറേ കാലത്തെ നിയമ പോരാട്ടങ്ങളും കുറേ കാലത്തെ ഭരണപരമായിട്ടുള്ള ഇടപെടലുകൾക്കും ഒക്കെ ഒടുവിൽ ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയുന്നത് ലീഗൽ സർവീസ് അതോറിറ്റി മുഖാന്തരമാണ് ഇപ്പോൾ ഈ തെരുവുനായ ശല്യത്തെ അല്ലെങ്കിൽ തെരുവുനായ ആക്രമണത്തിൻ്റെ നഷ്ടപരിഹാരം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് മാത്രമായിരിക്കണം ഇനിയിപ്പോൾ
ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുജനങ്ങൾ അറിയിക്കേണ്ടത്. പക്ഷേ ഇപ്പോഴും ഈ സിരിജഗൻ കമ്മിറ്റി മുമ്പാകെ പരാതികൾ എത്തുന്നു, അത് കുന്നുകൂടി കിടക്കുന്നു. അതിനകത്ത് ഏത് തരത്തിലായിരിക്കണം ഇത് പരിഹരിക്കേണ്ടതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. സർക്കാരിനകത്ത് നയപരമായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ സ്വാഭാവികമായും അത്തരം നയപരമായ തീരുമാനങ്ങൾ സർക്കാർ എടുക്കണമെന്നുള്ള ആവശ്യം കൂടി ഉയരുകയാണ്. നമ്മളിപ്പോൾ ഈ വാർത്തയുടെ തൊട്ട് മുന്നേ പ്ലേ ചെയ്തിട്ടുള്ള ബൈറ്റ് കണ്ണൂരിൽ മുഴപ്പിലങ്ങാട് കണ്ണൂർ നഗരത്തിൽ തന്നെ മരിച്ചിട്ടുള്ള ഒരു ഇതര സംസ്ഥാനം, നമ്മുടെ അയൽ സംസ്ഥാനത്ത് നിന്ന് വന്ന് ജോലി ചെയ്യുന്ന ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ, അതായത് 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ പിതാവിൻ്റെ ബൈറ്റാണ്. അപ്പോൾ സ്വാഭാവികമായി അവരുൾപ്പെടെ ഇപ്പോഴും ഈ പറയുന്ന നഷ്ടപരിഹാരം പോലും കിട്ടാതെ വലിയ രീതിയിൽ പ്രയാസപ്പെടുകയാണ് എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങളുമൊക്കെ അടിയന്തരമായി ഒരു ഇടപെടൽ ഉണ്ടാവണം. കൃത്യമായ രീതിയിലുള്ള അവബോധവും ബോധവൽക്കരണമൊക്കെ നടത്തേണ്ടതാണ്. പരാതി സിരിജഗൻ കമ്മിറ്റിയെ അറിയിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് നമ്മൾ കൂടി ഒന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരം നഷ്ടപരിഹാരം നൽകുന്ന കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും അതിരൂക്ഷമായ രീതിയിൽ 2016 തന്നെ തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടിയപ്പോഴാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി നഷ്ടപരിഹാരം നൽകുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോഴും അതിനകത്ത് ഏകദേശം 10 വർഷം പിന്നിടുകയാണ്. 2026 ആകുമ്പോഴും അതിനകത്ത് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്നതും വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടത് തന്നെയാണ്. റോഷ്നി, യെസ്, അർജുൻ കല്യാട് പറഞ്ഞതുപോലെ തെരുവുനായ ആക്രമണം രൂക്ഷമാകുമ്പോഴും അതിൽ ആക്രമണം ഏൽക്കുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോഴും അവർക്ക് ആശ്രയമാകേണ്ട ഒരു പദ്ധതി അത് കൃത്യമായി നടപ്പിലാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതൊരു കമ്മീഷന്റെ പ്രവർത്തനം നിർത്തലാക്കിയെങ്കിൽ പിന്നീട് ജനങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിൽ കൂടിയാണ് പ്രതികരണം ഉണ്ടായത്. അപ്പോൾ ആളുകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുക എന്നുള്ളത് അവകാശമാണ്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്.